ഇതിപ്പോൾ അടുത്ത് കൊണ്ടൊരു ന്യൂസാണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ്. അതിൽ ആ ബൈക്ക് യാത്രക്കാരൻ്റെ ഒരു കാലറ്റ് പോയിട്ടുണ്ടായിരുന്നു. ആ കാല് പിന്നീട് ഒരു പോലീസ് ഓഫീസർ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന വീഡിയോ ഒക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ടിലാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം കണ്ടോ ഒരാളുടെ കയ്യോ കാലോ അല്ലെങ്കിൽ വിരളോ ഒക്കെ അറ്റുപോയാൽ നമുക്ക് ചില കേസുകളിൽ അത് തിരിച്ച് സർജറി ചെയ്ത് തുന്നി ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പേഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ആ കാലൊക്കെ അറ്റുപോയൊരു കേസിൽ എന്തായാലും അവിടെ ഒരു സിവിയർ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലീൻ തുണിയെടുത്തിട്ട് ആ മുറിവിൽ നല്ല പ്രഷർ കൊടുത്ത് ആ ബ്ലീഡിങ് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമ്മൾ പ്രഷർ കൊടുത്തിട്ടും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ മുറിവിൻ്റെ കുറച്ച് മേലോട്ടായി ഒരു ടോർണിക്കറ്റ് പോലെ ഒരു തുണി കെട്ടി നമ്മൾ ആ ബ്ലീഡിങ് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇനി ഈ അറ്റുപോയ ഭാഗം ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് നമ്മൾ മൃദുവായിട്ടുള്ള രീതിയിലൊന്ന് കഴുകുക. ഇതിന് ശേഷം സലൈനിലോ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളത്തിലോ കുതിർത്ത ഒരു ക്ലീൻ തുണി കൊണ്ട് ഇത് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഇതൊരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റുക. ഇനി ഈ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഒരു ഐസും വാട്ടറും ഉള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി പ്ലാസ്റ്റിക് സർജൻ്റെ സർവീസ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അത് കൊണ്ടുപോകുക. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ അറ്റുപോയ ഭാഗം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഐസിലോ വാട്ടറിലോ ഡിപ്പ് ചെയ്യരുത്. ഇനി സർജറി വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ആ പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മൾ എത്ര വേഗമാണ് ഹോസ്പിറ്റലിൽ എത്തിയത്, ആ അറ്റുപോയ ഭാഗം നമ്മൾ എങ്ങനെയാണ് സൂക്ഷിച്ചത്, അതുപോലെ ഈ അപകടത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു, ഇതൊരു ക്ലീൻ ആയിട്ടുള്ള മെഷീൻ കട്ടായിരുന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന പോലത്തെ ക്രഷ് ഇഞ്ചുറി ആയിരുന്നോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കൂടുതൽ അറിവിനായി ഫോളോ ചെയ്യുക.